ഇരിക്കുവിനെ ഇരിക്കേ, ഭക്ഷണം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ അച്ഛാ. എന്താ വിനയ? എനിക്ക് കഴിക്കാനൊന്നും വേണമെന്നില്ല. ഞാൻ അപ്പോഴേക്കും ഒന്ന് ഷോപ്പ് വരെ പോയിട്ട് പെട്ടെന്ന് വരാം. കുട്ടികളെ കഴിക്കട്ടെ. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാ. അത്യാവശ്യമാണെങ്കിൽ നീ പോയിട്ട് വാ, അതുവരെ മക്കൾ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ താങ്ക്സ് അച്ഛാ. ഞാൻ ഒന്ന് അമ്പിളി ചേച്ചിയോട് പറയട്ടെ. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി. എന്താ വിനയ? ധൃതി പിടിക്കണ്ട. ആഹാരം കുട്ടികൾക്ക് മാത്രം മതി. ഞാനൊന്ന് ഷോപ്പ് വരെ പോവാ. ഞാൻ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. ശരി. പിന്നെ അമ്പിളി ചേച്ചി, ആഹാരം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഒരു ടോണിക് ഉണ്ട്, അതൊന്ന് കൊടുക്കണം. മരുന്നും ചീട്ടും താ ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കോട്ടോ. പിന്നെ പനിയോ ചുമയോ കൂടുവാണെങ്കിൽ ഉച്ചക്ക് കൂടി കൊടുത്തേക്കണേ. അല്ല, അപ്പോ വിനയം വരാൻ താമസിക്കുവോ? ഏയ്, ഞാൻ ഉച്ച കഴിയുമ്പോഴേക്ക് ഇങ്ങെത്തും. ഒരു വർക്കിന്റെ കാര്യം ചേച്ചി. മക്കളെ നോക്കാൻ ജോലി കൂടി വേണല്ലോ അച്ഛാ. ദേ കുറച്ച് സമയം ഞാനിവരെ അമ്പിളി ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതിയാൽ മതി. പറഞ്ഞു നിന്ന് സമയം കളയാതെ നീ വേഗം പോയിട്ട് വരാൻ നോക്ക് വിനയ. അല്ല ചാ, അമ്പിളി ചേച്ചിക്ക് വേറൊന്നും തോന്നരുതല്ലോ, അതുകൊണ്ടാ. വിനയ, എനിക്ക് ചീരുവിന്റെ കുഞ്ഞുങ്ങളെ നോക്കാനേ മടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ 3 മണിയാകുമ്പോ എനിക്ക് ലച്ചുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ നഴ്സറിയിൽ ഒന്ന് പോണം. അല്ല, അതിനു മുമ്പേ നീ ഇങ്ങ് വന്നാ മതി. ചേച്ചി. വിനയ, നീ വെക്കോ, ഞാനിവിടെ ഉണ്ടാവും. അമ്പിളി, നീ വേഗം കുഞ്ഞുങ്ങൾക്ക് വല്ലതും വച്ചുണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ശരി അച്ഛാ. മോളെ വാ. മോളെ ഇവിടെ ഇരുന്നിട്ട് മുത്തച്ഛന്റെ കൂടെ കളിക്ക് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഭദ്രമുളക് കൂടി നോക്കണം കേട്ടോ. നീ പോയിട്ട് വേഗം വാ. ചേച്ചി, മരുന്നിന്റെ കാര്യം മറക്കണ്ട, ഞാൻ പോണേ. ശരി. മുത്തച്ഛന്റെ പൊന്നുമോളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല. മുത്തച്ഛനുണ്ടാവട്ടോ നിങ്ങൾക്ക് കൂട്ടുന്നത്.